എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇനി തൊട്ട് കാറും ബൈക്കും ഇല്ലാത്ത സാധാരണക്കാരനാണ് എവിടുന്നേലും നിങ്ങൾ ലോൺ എടുത്ത് കാറും ബൈക്കും മേടിച്ചോ. ബസ്സിലൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ദിവസം തോറും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്താ, ഒരു ലേഡീസിന്റെ അടുത്തോ ഒരു ലേഡിയുടെ സീറ്റ് പോയിരിക്കുകയോ ഒന്നും ചെയ്യരുത്. കൂടെ ഇരിക്കുകയും ഷെയർ ചെയ്യാൻ പാടില്ല. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കാം, അല്ലെങ്കിൽ ഇവര് എന്താ പറയാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു മര്യാദ ഇല്ലാത്ത രീതിയിലുള്ള പോക്കാണ് നമ്മുടെ ഇത് പൊക്കോണ്ടിരിക്കുന്നത്. പല പാശ്ചാത്യ രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഇത് മര്യാദയായിട്ട് ലേഡീസ് ഉള്ളത്. നമ്മുടെ ഇവിടെ മാത്രമാണ് വൈറലാവാനും സ്വന്തം കാര്യം നേടാനും മാത്രമുള്ള ഒരു വൃത്തിയുടെ സ്വഭാവം ഈ ലേഡീസ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. തെറ്റംഗീകരിക്കില്ല, ഭാഗത്ത് തെറ്റുപറ്റിയ വേറൊരാളെ തല കെട്ടിവെക്കുക, ഇതുപോലെ വീഡിയോ ചെയ്യുക, ഇതുപോലത്തെ പരിപാടിയൊക്കെയാണ് കയ്യിലിരിക്കുന്നത്. എന്ത് ചെയ്തിട്ടാണല്ലോ വേണില്ല, അവനവന്റെ കാര്യം നേടണം എന്നുള്ളൊരു കുബുദ്ധിയാണ് ഇതിന്റെ അത് കാണുന്നത്. കൂടുതലായിട്ടും കണ്ടുവരുന്ന സ്ത്രീകളിലാണ്. ഇൻസ്റ്റഗ്രാമിൽ വൈറലാകാൻ വേണ്ടി ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ തകർക്കുക എന്നുള്ളത് ഇതിപ്പരം എന്താണ് ഇരിക്കുന്നത്? അങ്ങനെ തകർന്ന ഇവളൊക്കെ എങ്ങനെ സമാധാനത്തോടെ കടന്നുറങ്ങുന്നു? എനിക്കറിയാൻ പാടില്ല ഈ സംഭവം ഇനി എങ്ങോട്ടാ പോകുന്നത്. ഇനിയിപ്പം ബസ്സേ കയറാതിരിക്കുക, അത് മാത്രമേ ഉള്ളൂ വഴി. എന്നാൽ എല്ലാവരും ശ്രദ്ധിക്കുക, എനിക്കതേ പറയാനുള്ളൂ. പിന്നെ ഇതുപോലെയുള്ളത് ഒക്കെ നിയമത്തിന്റെ മുമ്പിൽ ഈസി ആയിട്ട് രക്ഷപ്പെടുന്നതുകൊണ്ടാണ് പിന്നെ ഇതേ കാര്യങ്ങൾ ഇവന്മാർക്ക് ചെയ്യാമെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഇതിന്റെ അകത്ത് ഒരു തെറ്റുകാരാണ്. നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോയ്ക്ക് കൂടുതൽ റീച്ചും കാര്യങ്ങളും കൊടുക്കും. കഴിവുള്ള ഒരുത്തിനെ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നുമില്ല. ഒരു പെണ്ണ് എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോയി തോന്നും. അതാണ് ഏറ്റവും വലിയ അബദ്ധം. നമ്മൾ തന്നെ മാറേണ്ടതാണ്.